BJP വന്നാലേ കേരളം രക്ഷപ്പെടൂ, മാറ്റം ആവശ്യമാണ് എന്നാണല്ലോ BJPയുടെ മുദ്രാവാക്യം. ഇത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ BJP കുറെ കാലമായി ഭരിക്കുന്ന കുറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ. ആ സംസ്ഥാനങ്ങളൊക്കെ കേരളത്തെക്കാൾ ഏത് ഇൻഡെക്സിൽ മുകളിലാണ് എന്ന് ആലോചിച്ചാൽ മതി. BJPക്ക് കഷ്ടിച്ചൊരു MLA യും കഷ്ടിച്ചൊരു MP യും മാത്രം കിട്ടിയൊരു സ്ഥലമാണ്. ഇന്നും 15-18% കൂടുതൽ വോട്ട് ഒരിക്കലും BJPക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് BJP വന്നാൽ ഇവിടെ ആകെ മാറും എന്ന് പറയുന്നത് എഴുത്തും വായനയുള്ള മലയാളികളെ വെല്ലുവിളിക്കുന്ന പോലെയാണെന്ന് ഞാൻ കണക്കാക്കുന്നു. എന്താ കാര്യം? ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഗുജറാത്ത് മോഡൽ ആണല്ലോ നമ്മൾ പറയുന്നത്. എന്താണ് ഈ ഗുജറാത്ത് മോഡൽ? ഗുജറാത്ത് മോഡൽ വികസനം കേരളത്തിൽ വേണോ എന്ന ചോദ്യം ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശരിയാണ്. നമ്മൾ ഗുജറാത്തിൽ ചെന്നിറങ്ങി അഹമ്മദാബാദിലോ ഗാന്ധിനഗറിലോ അല്ലെങ്കിൽ ബറോഡയിലോ ചെന്നിറങ്ങി ഹൈവേ കൂടി പോവുകയാണെങ്കിൽ നല്ല റോഡ് വേണം, സംശയമൊന്നുമില്ല. വലിയ കെട്ടിടങ്ങളുണ്ട്, മാളുകളുണ്ട്, വലിയ വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, വലിയ ഓഫീസുകളുണ്ട്. ഇതൊക്കെ കണ്ടാൽ ഒരു മധ്യവർഗ മനസ്സിലാവും ഗുജറാത്ത് മോഡൽ വികസനം ഗംഭീരം. പക്ഷെ എന്താണ് ഗുജറാത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി? എന്താണ് ഗുജറാത്ത് കഴിഞ്ഞ 2001 മുതൽ ഇങ്ങോട്ട് ഗുജറാത്തിൽ മോഡി ഭരിച്ചു വന്നു. 25 വർഷമായി മോഡിയും BJPയുടെ ആളുകൾക്ക് മാറി മാറി ഭരിക്കുന്നു. എന്താണ് ഗുജറാത്തിന്റെ സാമൂഹ്യ സാഹചര്യം? ഏത് സൂചകത്തിലാണ് ഗുജറാത്ത് കേരളത്തെക്കാൾ മുമ്പിലായിട്ടുള്ളത്? 1/4 നൂറ്റാണ്ട് ഭരിച്ചിട്ട് ആരോഗ്യ സൂചകങ്ങളിൽ കേരളത്തിന് മുമ്പിലാണ്? അല്ലല്ലോ, എവിടെ എത്തിയിട്ടില്ല. ദാരിദ്ര്യത്തിന്റെ ആണോ? വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഗുജറാത്ത് കേരളത്തേക്കാൾ മുമ്പിലാണോ എന്ന് പറയട്ടെ, സൂചകം എടുത്ത് നമുക്ക് പഠിക്കാം. പട്ടിണിയുടെ കാര്യത്തിൽ, പോഷകാഹാര കുറവിന്റെ കാര്യത്തിൽ ഏത് രീതിയിലാണ് ഗുജറാത്ത് വികസിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞ കുറെ കെട്ടിടങ്ങളും കുറെ കാര്യങ്ങളും ഉണ്ടായി. അത് കോർപ്പറേറ്റ് വികസനമാണ് ഗുജറാത്തിൽ ഉണ്ടായത്. കോർപ്പറേറ്റ് വികസനം എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ഇപ്പോൾ അദാനി പോലെയുള്ള ആളുകൾ, ഒന്ന് മോഡി അധികാരത്തിൽ വരുമ്പോൾ ആരും കേട്ടിട്ടില്ലാത്തൊരു അദാനി ഇന്ന് ഇന്ത്യ രാജ്യത്തിൽ മുഴുവൻ പിടിമുറുക്കിയിരിക്കുന്നു വിവിധ മേഖലകളിൽ. അത് മോഡിയുടെ സഹായം കൊണ്ടാണ് എന്നുള്ളത് ഏത് മനുഷ്യനും അറിയാം. മോദി അമിത്ഷായും സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ആദ്യം ഗുജറാത്തിൽ വളർന്നു, 2014 ശേഷം അതങ്ങനെ ഇന്ത്യ ആകെ പടർന്നു. അദാനി ഒരു നീരാളി പോലെ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ പടരുന്നതിന് സഹായിച്ച മോദി, അതാണ് മോദി വികസനം അല്ലെങ്കിൽ ഗുജറാത്ത് മോഡൽ. ആ മോഡലാണോ കേരളത്തിൽ വേണ്ടത്? ആ മോഡൽ കേരളത്തിന് താങ്ങാൻ കഴിയും? ആ മോഡൽ കേരളത്തിൽ ആരൊക്കെ പുറത്താവും? ഇനി മറ്റൊരു സാമൂഹ്യ ഇൻഡെക്സ് എടുക്കുക. ന്യൂനപക്ഷങ്ങളോട് എന്താണ് ഗുജറാത്തിൽ ചെയ്തത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർക്കവിടെ ഒരു പങ്കുമില്ലാത്ത തരത്തിൽ അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുക. ചില സുഹൃത്തുക്കൾ പറഞ്ഞു ഞങ്ങൾ മോഡിക്ക് വോട്ട് ചെയ്യൂ ന്യൂനപക്ഷങ്ങൾ. എന്താ കാര്യം? ജീവിച്ചു പോണ്ടേ മാഷേ, അവിടെ ജീവിച്ചു പോണ്ടേ? അങ്ങനെയുള്ളിടത്ത് ചെന്ന് കഴിഞ്ഞാൽ അതേ പറ്റൂ. ഇപ്പൊ CPM-ന്റെ ചില പാർട്ടി ഗ്രാമങ്ങളിൽ പോയി അവിടുത്തെ കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ ഞങ്ങൾ CPM-ന് വോട്ട് ചെയ്തോളാം എന്ന് പറയും. CPM-ന് വോട്ട് ചെയ്യുന്നവരോ, കാരണം അവർക്ക് ജീവിച്ചു പോട്ടെ. അതുപോലെ ഗുജറാത്തിന് മുഴുവൻ വലിയ തോതിൽ വർഗീയ വിഭജനം കാണിച്ച് വോട്ട് മേടിച്ച് അതിൻ്റെ പുറത്ത് കോർപ്പറേറ്റുകൾക്ക് വികസനം നൽകുന്ന ഒരു മോഡൽ കേരളത്തിന് വേണോ? സാമൂഹ്യ സൂചകങ്ങളിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന, അതിപ്പോൾ ഈ ഒരു ഗവൺമെന്റ് വന്നിട്ടല്ല, കേരളം വളരെ മുമ്പേ അങ്ങനെയാണ്. നവോത്ഥാന മൂല്യങ്ങളിൽ കുറെയെങ്കിലും മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ, അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നിട്ട് ഈ വർഗീയതയൊന്നും പറഞ്ഞ് ഏൽക്കാത്തത്. കേരളത്തിലെ ഹിന്ദു വിഭാഗങ്ങളിൽ പോലും ഇവർക്ക് അത്ര വലിയൊരു സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില തെരഞ്ഞെടുപ്പുകളിൽ ചില സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കിട്ടുന്നുള്ളത് കൊണ്ട് BJP കേരളത്തിൽ ഒരു മഹാശക്തിയായി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതൊക്കെ ചാനലുകാരുടെ നമ്പറുകളാണ്. ഒരു വോട്ടുണ്ട് അവർക്ക്. അത് പഴയ RSSന്റെ വോട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSS ശാഖ ഉള്ള സംസ്ഥാനം കേരളമാണെന്ന് ഒരിക്കൽ റിപ്പോർട്ട് കണ്ടിട്ട് അവർക്കൂടെ ബേസ് ഉണ്ട്, ആ പേരൊക്കെ ഉണ്ട്. പക്ഷേ വർഗീയ വിദ്വേഷം പരത്തി ഇവിടെ അധികാരത്തിൽ വരാമെന്ന് BJP കണക്കാക്കുന്നില്ല. അത് നടക്കൂല. ആ വികസനം ഇവിടെ വേണ്ടേ? ഇനിയിപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് വരാം. വർത്തമാനമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്താണ് തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ ചെയ്തത്? കേരളം പിടിക്കാൻ പോവാണോ? കേരളം പിടിക്കുകയാണ് അവരുടെ ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമെങ്കിൽ തലയ്ക്ക് വെളിവുള്ളവർ ഇങ്ങനത്തെ സ്ഥാനാർത്ഥികൾ ഉണ്ടാക്കും? അല്ലെന്ന് അവർക്ക് തന്നെ അറിയാം. എറണാകുളം ജില്ലയുടെ 1-2 മണ്ഡലത്തിൽ മാത്രം പ്രസക്തമായ 2020 എന്ന് പറയുന്ന
ഒരു അരാഷ്ട്രീയ കൂട്ടുകെട്ടിന്. എന്താ അതിന്റെ സാങ്കത്യം എനിക്കറിയില്ല. 2020 ഞാൻ ഇന്നും എതിർക്കുന്ന ഒരാളാണ്. ഏതെങ്കിലും കോർപ്പറേറ്റിന് ഒരു ജില്ലയോ പഞ്ചായത്തോ അല്ലെങ്കിൽ ലോക്സഭയോ സംസ്ഥാനം നന്നാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല. CSR ഫണ്ട് കൊണ്ടല്ല രാജ്യത്ത് വികസനം ഉണ്ടാവേണ്ടത്. CSR ഫണ്ട് ഉണ്ടാവണമെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് ലാഭം ഉണ്ടാവുന്ന ലാഭത്തിന്റെ ചെറിയൊരംശം നിങ്ങൾക്ക് സൗജന്യമായി തരുന്നതാണ്. അതല്ലല്ലോ. സമ്പത്ത് ആരുടെ കയ്യിൽ വരണം? യഥാർത്ഥത്തിൽ സാമൂഹ്യ തുല്യതയ്ക്ക് വേണ്ടിയാണെങ്കിൽ സമ്പത്തിന്റെ കേന്ദ്രീകരണം തടയണമെന്ന് ഇന്ത്യൻ ഭരണഘടന തന്നെ പറയുന്നുണ്ട്. മോഡിയുടെ വികസനത്തിൽ അതാണോ? 2020 അതാണോ നയം? അല്ല. അപ്പൊ ഈ 2020ക്ക് കുറെ സീറ്റ് അങ്ങ് കൊടുത്തു. എന്ത് നോക്കിയിട്ട് കൊടുത്തു? ഈ പല മണ്ഡലം 2020 മത്സരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം, നമുക്ക് എറണാകുളത്ത് 3-4 മണ്ഡലങ്ങൾ വേണമെങ്കിൽ 2020 മുമ്പ് മത്സരിച്ചിട്ടുണ്ടെന്ന് പറയാം. കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ. ഈ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ എന്താണ് 2020യുടെ സാധ്യത? നോക്കൂ, BJP 1ാം സ്ഥാനത്ത്. അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ വലിയ തോതിൽ വോട്ട് പിടിച്ച, ഇപ്പൊ തൽക്കാലം ഭരണമില്ലെങ്കിലും ഭരണം വരെ എത്തിയ ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. എന്നിട്ട് എന്തിനാ BJP 2020 കൊടുത്തത്? എന്താണ് ഇതിന്റെ ലക്ഷ്യം? BJP അണികൾക്ക് സഹിക്കാൻ കഴിയുമോ? അതുപോലെ തൃപ്പൂണിത്തുറ, എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ നഗരസഭ ഭരിക്കുന്നവരാണ്, ഭൂരിപക്ഷമില്ലെങ്കിലും വലിയ കക്ഷി എന്നുള്ള നിലയ്ക്ക്. ആ തൃപ്പൂണിത്തുറ മണ്ഡലം 2020 കൊടുത്തു. തൃപ്പൂണിത്തുറ മണ്ഡലം 2020 കൊടുത്തിട്ട് എന്ത് നേടാനാണ് ഇവർ പോണത്? എന്നിട്ടോ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ കേട്ടാൽ നമുക്ക് ചിരിച്ചു ചത്തുപോകും. കേരള രാഷ്ട്രീയത്തെ കളിയാക്കുന്നവരുള്ള സ്ഥാനാർത്ഥികളാണ്. കുറെ റിയൽ നടികളും കുറെ സീരിയൽ നടികളും കുറെ ഏതോ സിനിമയിൽ അഭിനയിച്ച ആളുകളും ഒക്കെയാണ്. അതാണ് ഇവരുടെ ക്വാളിറ്റി. ഭയങ്കര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, റിയലുണ്ട്, ചെറുപ്പമാണ്, സുന്ദരിയാണ്, സുന്ദരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതാണോ? ആ ആളുകളോട് വളരെ ലളിതമായി 2 ചോദ്യം ചോദിച്ചപ്പോൾ 2 സ്ഥാനാർത്ഥിയെ കാണാനില്ല. എന്താ കാര്യം? വോട്ടില്ല ചേച്ചിമാർക്ക്, വോട്ടില്ലെന്ന്. തനിക്ക് വോട്ടുണ്ടോന്ന് അറിയില്ല, വോട്ട് എവിടേക്കാ ചെയ്യണമെന്ന് അറിയില്ല, നിയമസഭാ അംഗത്തിന്റെ ജോലി എന്താണെന്നറിയില്ല, എന്തിനാണ് രാഷ്ട്രീയം എന്നറിയില്ല, മോദി ഗംഭീരനാണ്, സാബു ജേക്കബ് വളരെ നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് നിൽക്കുക. അപ്പൊ തൃപ്പൂണിത്തുറ പോലൊരു മണ്ഡലത്തിൽ 2020ക്ക് സീറ്റ് കൊടുക്കുമ്പോൾ BJP കേരള ഭരണം പിടിക്കാനല്ല. അതുപോലെ തന്നെയാണ് BDJസിന് മുമ്പ് അവിടെ ഇവിടെയൊക്കെ സീറ്റ് കൊടുത്തത്. ഇതിന് കണ്ണൂർ ജില്ലയിൽ വരെ 2020ക്ക് സീറ്റ് ഉണ്ട്. BDJസിന് എവിടെയൊക്കെയോ കൊടുത്തിട്ടുണ്ട്, ചോദിച്ചിടത്തൊക്കെ കൊടുത്തു. എന്ന് പറഞ്ഞാൽ BJP കേരളം ഭരിക്കാനാണെങ്കിൽ അങ്ങനെയാണോ ചെയ്യുക? അങ്ങനെയല്ലല്ലോ കോൺഗ്രസും CPM ചെയ്തത്. എന്തേ കോൺഗ്രസ് മത്സരിക്കുന്ന അത്ര സീറ്റിലെങ്കിലും CPM മത്സരിക്കുന്ന സീറ്റിലെങ്കിലും എന്തുകൊണ്ടേ BJPക്ക് മത്സരിക്കാൻ കഴിയാതിരുന്നത്? ഭരണം കിട്ടില്ല എന്ന് അവർക്കറിയാം. അപ്പൊ മാറ്റം വരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലുമൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവുക. ഈ എന്താ പറയുക, ചോക്ലേറ്റ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. ഇപ്പോ ആറന്മുള നല്ല തമാശയുണ്ടായി. ആറന്മുള BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ് ആറന്മുള എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവിടെ BDJസിന് സീറ്റ് കൊടുത്തു. ആറന്മുളക്കാർ വലിയ ബഹളമായി എന്ത് സംഭവിച്ചു? ഇപ്പൊ അവസാനം കുമ്മനം രാജശേഖരൻ 2ാം പട്ടികയിൽ കുമ്മനം രാജശേഖരൻ. ഒന്നാലോചിച്ചു, കേരളത്തിൽ എപ്പോഴും BJPയുടെ വിന്നബിൾ കാൻഡിഡേറ്റ് എന്ന് കണക്കാക്കിയിരുന്ന കുമ്മനത്തിന് 2ാം പട്ടികയിൽ വന്നു. അതും ബഹളം ഉണ്ടാക്കിയിട്ട്. ആദ്യം BDJസിന് കൊടുത്തു സീറ്റ്, അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, പകരം വന്നു. ഓട്ടെ, അത് അത്ര വലിയ വിഷയമല്ല. ചെങ്ങന്നൂര് BJP A ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞാണല്ലോ ചെങ്ങന്നൂര്. ശ്രീധരൻപിള്ള വലിയ വോട്ട് പിടിച്ചതാണല്ലോ. ശ്രീധരൻപിള്ള ഇല്ലെങ്കിൽ അതുപോലെയുള്ളൊരു സ്ഥാനാർത്ഥി നിർത്തണ്ടേ? MT രമേശിനെ പോലെ ഒരു ആൾക്ക് സീറ്റ് തന്നെ ഇല്ല. നല്ലൊരു സംഘടനാ പ്രവർത്തനം നടത്തിക്കോളൂ. സീറ്റ് കിട്ടാതിരിക്കും. ഇങ്ങനെ വരുമ്പോൾ സീറ്റ് കിട്ടും. പക്ഷേ ഈ 2020യുടെയോ BDJസിന്റെയോ ഏത് സീറ്റ് വേണമെങ്കിലും BJP ചോദിച്ചാൽ കൊടുക്കും. മറ്റ് ഘടകകക്ഷികളുടെ പോലെ ഒന്നുമല്ല. BJP പറഞ്ഞാൽ അതിൽ കൂടുതൽ നിൽക്കാനെന്ന ശേഷി അവർക്കില്ല. ഇപ്പൊ കോൺഗ്രസ് ചിലപ്പോൾ കഴിയില്ല. വേറെ ഏതെങ്കിലും ഘടകകക്ഷി പറഞ്ഞാൽ സീറ്റ് കേരള കോൺഗ്രസ് ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും. പക്ഷേ BJPക്ക് അങ്ങനെയൊന്നുമില്ല. MT രമേശിനെ പോലെ സമുന്നതനായ ഒരു നേതാവിന് ഇന്ന സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ലേ? അദ്ദേഹം തൃശ്ശൂരോ കോഴിക്കോട് എന്തോ പറഞ്ഞു. എന്തായാലും പോട്ടെ. അപ്പൊ 2020ക്ക് ഒക്കെ കൊടുത്തതിന്റെ കാര്യം എന്താ? ഇനി അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരാം. കേരളം ഭരിക്കാനോ കേരളം മാറ്റാനോ അല്ല അവരുടെ ലക്ഷ്യം. ഇതിലൂടെ വലിയ തോതിൽ LDFനെ സഹായിക്കാനാണ്. കോൺഗ്രസ് മുക്ത ഭാരതം പോലെ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കാൻ ഇവിടെ ഇതാ ഞങ്ങൾ LDFനെ സഹായിക്കുന്നു. LDF ജയിച്ചാൽ UDF തകർന്നാൽ കോൺഗ്രസ്സുകാരൊക്കെ BJPയിലേക്ക് പോകുന്നൊക്കെ പറയുന്നുണ്ട്.
കോൺഗ്രസ്സുകാർ മാത്രമല്ല, ബി ജെ പിക്ക് കമ്മ്യൂണിസ്റ്റുകാർ 6 MLA പോയി, 3 MLA, ഒരു സിറ്റിംഗ് MLA അടക്കം 3 പേര് ഇപ്പൊ തന്നെ ബി ജെ പിയിലേക്ക് പോയി മത്സരിക്കുക. CPM-ലേക്ക് പോകുന്നവർ, കോൺഗ്രസിലേക്ക് പോകുന്നവരും ഉണ്ട് CPM. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് ഇലക്ഷനിലും മറുവശത്തേക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായ CPM അണികൾ തെക്കൻ കേരളത്തിലെങ്കിലും ഉറപ്പായും ഉണ്ട്. ആ കണക്ക് വെച്ച് നോക്കുമ്പോഴാണ് എന്താണ് ഇവരുടെ ലക്ഷ്യം? വോട്ട് CPM-ന് കൊടുപ്പിക്കാൻ തന്നെയാണ്. കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ ഏകീകരിച്ച് CPM-ന് എത്തിക്കുക എന്ന ദുഷ്ടതന്ത്രം തന്നെയാണ് BDJs അല്ലെങ്കിൽ ഈ BDJs 2020 ഒക്കെ ചേർത്ത് സീറ്റ് കൊടുത്തത് BJP ശ്രമിക്കുന്നത്. അതിന് പകരമായി ഏതെങ്കിലും ചില മണ്ഡലങ്ങളിൽ, പാലക്കാടോ മഞ്ചേശ്വരത്തോ ഒക്കെ CPM-ന്റെ സഹായം കിട്ടിയാൽ അത് തങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന വാദമാണ്. ഇത് അവർക്ക് 4 സീറ്റ് കിട്ടിയാലും മതി, കേരളം മാറും എന്നൊക്കെ പറയാൻ അത് 2 ഒരു സീറ്റ് കിട്ടിയാൽ മതി, ഒന്നുമില്ലല്ലോ. അപ്പൊ അതിന് ഏതെങ്കിലും തരത്തിലുള്ള കുതന്ത്രങ്ങൾ ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുക. ആ പയറ്റുന്നത് BJPക്ക് വലിയ ദോഷമുണ്ടാക്കും. കാരണം അവരുടെ അണികൾ തന്നെ നിരാശരാണ്. ഈ ആളും പേരുമില്ലാത്ത പാർട്ടികൾ, ആളും പേരുമില്ലാത്ത സ്ഥാനാർത്ഥികൾ അവർക്ക് വോട്ട് പിടിക്കേണ്ടി വരിക. കൊടുങ്ങല്ലൂരും തൃപ്പൂണിത്തറ പോലും അവർക്ക് വോട്ട് പിടിക്കേണ്ടി വരിക. BJPയുടെ വോട്ടുകൾ ചോർന്നു പോവുക. ഇനി BJP പറയുന്ന വേറൊരു വലിയ തന്ത്രമുണ്ട്, കേട്ടാൽ ചിരി വരുന്ന തന്ത്രമാണ്. ഈ സെലിബ്രിറ്റികളൊക്കെ നിൽക്കുമ്പോൾ ആളുകൾ ആകർഷിക്കപ്പെട്ട് 2020-ലേക്ക് വരികയും അങ്ങനെ അന്തിമമായ അവർ BJP-യിലേക്ക് വരികയും ചെയ്യും. ഒരു ചുക്കും വരാമുള്ള ഈ പൊട്ടന്മാരും പൊട്ടികളും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയുള്ള വോട്ട് കൂടി പോകും. ഉള്ള BJP-കാരൻ പോലും വേറെ ആർക്കെങ്കിലും പോയി വോട്ട് ചെയ്യും. അതാണ് സാധ്യതയുള്ളത്. കോൺഗ്രസിനെ തോൽപ്പിക്കൽ മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഒരുപക്ഷെ ഈ BJP-യുടെ തന്ത്രം ഫലിച്ചേക്കാം. അതുകൊണ്ട് കേരളം മാറാൻ പോകണല്ലോ. അങ്ങനെയാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ അല്ലെങ്കിൽ ആര് ജയിച്ചാലും, UDF ജയിച്ചാൽ BJP-യുടെ അന്ത്യമാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് കാരണം BJP-യുടെ ഈ തന്ത്രം പൊളിഞ്ഞാൽ പിന്നെ BJP-കാർ പോലും ഇതിൽ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഇത് വളരെ അപകടകരമായ രൂപത്തിലുള്ള BJP-യുടെ ഈ കളി കേരളത്തിൽ BJP ഇല്ലാണ്ടാക്കാനാണോ വഴിവെക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം.